നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലെങ്കിലും നിന്നെ നിന്റെ അച്ഛനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് അച്ഛന് വിശ്വാസമില്ലാത്തിന് ഞാൻ എന്തു പറയാനാ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തന്നെ തീർക്കണം. അല്ലാതെ എന്റെ സ്വപ്നത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അമ്മ വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് നിഖിലെന്ന് കേട്ടതാ. ഞാൻ പറഞ്ഞതാ അമ്മേ. അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിച്ച് അമ്മ കരഞ്ഞുകൊണ്ട് പോയപ്പോ ഞാൻ പിന്നാലെ വന്ന് നിൽക്കമ്മേ നിൽക്കമ്മേന്ന് പറഞ്ഞതാ. അല്ലാതെ അമ്മ കേട്ടതുപോലെയൊന്നും അല്ല. അല്ലെങ്കിലും അമ്മ ആവശ്യമില്ലാത്തതേ കേൾക്കൂ. വെറുതെ അല്ല അച്ഛനെ തല്ലിട്ടുന്നത്. എന്റെ ദൈവമേ, എന്തൊരു കള്ളം! നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? അമ്മേ, വേലയും കൂലിയില്ലാതെ തലയ്ക്ക് വിളവ് പോലും ഇല്ലാതെ തേരാ പര നടക്കുന്നവനാ അവൻ. എടീ, അപ്പോ നിന്റെ മനസ്സ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയല്ലേ? ഞാനാരാ അവനാരാ? ഭാവിയിൽ ഞാനൊരു വലിയ വീട് വാങ്ങിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ജോലിക്കാരുടെ ലിസ്റ്റിൽ പോലും അവനുണ്ടാവില്ല. അമ്മ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ? അല്ല, വരാവടി. ഞാൻ നിന്റെ ജോലിക്കാരനായിട്ട് ഇപ്പ വരാം. നോക്കിയിരുന്നോ? എന്റെ ദൈവമേ, ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ചെകുത്താനും കടലിന് നടുക്കായല്ലോ. പിന്നൊരു കാര്യം ഞാൻ പറയാം. നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടൊന്നുമല്ല. മേലിൽ ഇതുപോലൊരു കാര്യം ഞാൻ കേൾക്കരുത്. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം അറിയാതെ അവന്റെ ബൈക്കിലൊന്ന് കേറി. അതിനിവിടെ ഉണ്ടായ ഒരു കോലാഹലം എനിക്ക് അറിയാവുന്നല്ലേ. അതിൽ പിന്നെ ഞാൻ അവനെ കണ്ടാൽ പോലും ദൂരെ മാറിയേ നടക്കാറുള്ളൂ. ഉറക്കത്തിൽ പോലും ഞാൻ അമ്മയുടെ പേരല്ലേ വിളിച്ചത്. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. പക്ഷെ അമ്മ കേട്ടതോ? അമ്മ ഇതൊക്കെ കേട്ടതിന്റെ കുഴപ്പാ അത്. അല്ലാതെ അവന്റെ പേര് പറയാൻ എനിക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ? അവനെയൊക്കെ സ്വപ്നത്തിൽ പോലും അവന്റെ പേര് ഞാൻ പറയോ? ഛേ, ഇതുപോലൊരു വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ വൃത്തികെട്ടവനാണല്ലടി. കാണിച്ചു തരാം ഞാൻ. ശരി ശരി, നീ വേഗം താഴേക്ക് വാ. ശരി അമ്മ. അല്ല, നമ്മുടെ തറവാട് വീടിന്റെ താക്കോൽ എവിടെയായിരിക്കുന്നെ? അമ്മയ്ക്ക് ഇതിനിപ്പോ അതിന്റെ താക്കോല്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചത്. അതവിടെ തന്നെ ഉണ്ട്, ആ പൂമുഖത്തെ മാറ്റിനടിയില്. അങ്ങോട്ടൊന്ന് പോയേക്കല്ലേ, വല്ല ഇഴജന്തുക്കളും കാണും. വേഗം താഴേക്ക് വരാൻ നോക്ക്. എന്റെ ദൈവമേ, എന്തൊരു സ്വപ്നമായിരുന്നു. സൂപ്പർ സൂപ്പർ. എന്തുപറ്റി? കൈവേദനിച്ചോ? അല്ല, ചുമ്മാ ഒരു രസത്തിന്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ കട്ടില് പൊളിഞ്ഞാന്. എന്താ രൂപേഷേട്ടാ ഇത്? ഒറ്റക്കിരുന്ന് പോലീസ് സിനിമകൾ കാണുക, അതിലെ അടിയും ഇടിയും ഒക്കെ കണ്ട് ഇതുപോലെ കട്ടില് കൈ ചുരുട്ടി ഇടിക്കുക, കട്ടില് ചവിട്ടുക. എന്റെ ഈശ്വരാ,
അടുത്തു നിന്ന് എന്നെ പോലും കണ്ടില്ല. ആ ഇടി എനിക്ക് കിട്ടാത്തത് ഭാഗ്യം. പോലീസ് വേഷം ചെയ്യാൻ ദേ ഇദ്ദേഹത്തെ പോലൊരാള് നമ്മുടെ സിനിമയിലില്ല. എല്ലാ സിനിമകളും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാണും. അല്ലെങ്കിലും രൂപേഷേട്ടൻ ഒരു സിനിമാ പ്രാന്തനാണെന്ന് എനിക്കറിയാം. ദർശൻ IPS ആവുമ്പോഴും ഇതുപോലെ തന്നെ വേണം. ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കണം. വേണ്ടി വന്ന ഡിഷും ഡിഷും വെടിവെച്ച് കൊല്ലണം. കൊള്ളാം, നല്ല കഥയായി. അങ്ങനെ പോലീസുകാർക്ക് തോക്കെടുത്ത് തോന്നുന്നത് പോലെ വെടിവെക്കാനൊന്നും പറ്റത്തില്ല. അതിന് വ്യക്തമായ കാരണം വേണം. ഇല്ലെങ്കിൽ അതോടെ ജോലിയും പോവും, ജയിലിലും ആവും. എന്നാ പിന്നെ പോലീസുകാരെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചാലും മതി. ദർശന ഉത്തരവിട്ട അവരനുസരിക്കണമല്ലോ. രൂപേഷേട്ടാ, ഈ സിനിമയിൽ കാണുന്ന ആവേശം യഥാർത്ഥ പോലീസുകാർക്കില്ല. പോലീസുകാരോട് തോക്കെടുത്ത് വെടിവെക്കാൻ ഉത്തരവിടാനൊന്നും പറ്റില്ല. സിനിമയുടെ ആവേശം രൂപേഷേട്ടനെ തലേന്ന് വിട്ടിട്ടില്ല. സിനിമ പോലെയൊന്നും അല്ല യഥാർത്ഥ പോലീസുകാരുടെ ജീവിതം. ആര് പറഞ്ഞു ദർശനയ്ക്ക് ഹീറോയിസം കാണിക്കാനൊക്കെ പറ്റും? എന്റെ രൂപേഷേട്ടാ, ഞാൻ പ്രിലിമിനറി എക്സാം ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. അടുത്ത ആഴ്ച കഴിഞ്ഞാ മെയിൻ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാ ഇന്റർവ്യൂ. ഇതൊക്കെ കടന്ന് ട്രെയിനിങ് എത്തിയ അവിടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എക്സാം പാസ്സായി എന്ന് കരുതി അതൊന്നും ജയിക്കണമെന്നൊന്നും ഇല്ല. ചിലപ്പോ തോറ്റുപോയെന്നും വരാം. ദർശനെ വെറുതെ പോലും അങ്ങനെയൊന്നും പറയരുത്. ദർശനയ്ക്ക് IPS കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇവിടെ എല്ലാവരും. എല്ലാവരും ഇല്ല, ഞാനും അമ്മയും പിന്നെ അപ്പച്ചിയും പിന്നെ ചോട്ടുവും. ദർശൻ IPS ആയിട്ട് യൂണിഫോം കിട്ടി നല്ല സ്റ്റൈലില് മുറ്റത്തിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്ന കാണാൻ ഞാൻ കാത്തു നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെ ചങ്ക് കലങ്ങുന്ന വർത്താനൊന്നും പറയല്ലോ ദർശന. എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന രൂപേഷേട്ടാ? ഒരു കാര്യം ചെയ്, തൽക്കാലം സിനിമ കാണുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക. എന്താ? അതും മാത്രമല്ല ഞാൻ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. വേറെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നമ്മുടെ മോള്. മോളോ? രൂപേഷേട്ടൻ അത് ഇതുവരെ വിട്ടിട്ടില്ല. അതങ്ങനെ വിടാൻ പറ്റുമോ? എനിക്ക് മോള് തന്നെ മതി. വളർത്താൻ നല്ലതേ പെൺകുട്ടികളാ. അതെന്താ പെൺകുട്ടികൾക്ക് മാത്രം ഇത്ര പ്രത്യേകത? പെൺകുട്ടികളാവുമ്പോ കണ്ണെഴുതിക്കാം, പൊട്ട് തൊടിയിക്കാം, വളയും കമ്മലും മാലയും ഒക്കെ ഇടിച്ചു കൊടുക്കാം, പാദസരം ഇടാം, തലമുടി കെട്ടിക്കൊടുക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നല്ല രസമായിരിക്കും അല്ലേ ദർശനെ? ഇത് വെറും ഭ്രാന്തല്ല, നല്ല നട്ട ഭ്രാന്ത. ഇതിന് നല്ല ചികിത്സ വേണം. ഇപ്പൊ തന്നെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? അത് വേണ്ട, നമുക്കേ ലേഡി ഡോക്ടറെ കണ്ടാ മതി. എന്തൊക്കെയാ പറയുന്നേ? ലേഡി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് വൃത്തികേടാണോ? IPS എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുട്ടികൾ വേണം. ദർശന ജോലിക്ക് പോകുമ്പോഴേ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. മോള് മാറി ഇപ്പൊ കുട്ടികളായോ? എത്ര കുട്ടികൾ വേണം രൂപേഷേട്ടന്? ഈശ്വര, 5 കുട്ടികളോ? എന്നെ കൊണ്ടൊന്നും വയ്യ 5 പ്രസവിക്കാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് 5 കുട്ടികൾ വേണം. 5 പ്രസവിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷെ കുട്ടികൾ 5 വേണം. അതെങ്ങനെയാ? ഒറ്റ പ്രസവത്തില് 5 കുട്ടികളെ പ്രസവിച്ചു തന്നാ മതി. ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഈ ഒറ്റ പ്രസവത്തില് 5 കുട്ടികൾ 6 കുട്ടികൾ എന്നൊക്കെ വാർത്തയിൽ വരാറുണ്ടല്ലോ. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കുന്ന അല്ലല്ലോ രൂപേഷേട്ടാ, ദൈവം തരുന്നല്ലേ. എന്തായാലും നമുക്ക് 5 കുട്ടികൾ വേണം. ഈ മുറ്റം നിറയെ കുട്ടികൾ ഓടി കളിക്കണം. അവരെയൊക്കെ ഞാൻ വളർത്തിക്കോളാം. വേണമെങ്കിൽ ഇക്കാര്യം ഞാൻ അമ്മയോട് പറയാം. അമ്മയോടോ? ആണോ ഇല്ലേ രൂപേഷേട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് പോയി പറയാൻ? നമുക്കൊരു കുഞ്ഞുണ്ടായി കാണാനേ കാത്തിരിക്കാം അമ്മ.
താൻ IPS ശ്രമിക്കുന്നോണ്ടോ അമ്മ ഒന്നും മിണ്ടാത്തോ? ഈ 5 കുട്ടികളുടെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷാവില്ലേ? പോരൂ ഉപേക്ഷേട്ടാ, കേട്ടിട്ട് തന്നെ എനിക്ക് നാണം വരുന്നു. അമ്മ എന്ത് വിചാരിക്കും? നമ്മൾ ഇതൊക്കെയാ സംസാരിക്കുന്നെന്ന് അമ്മ കരുതില്ലേ? കരുണനങ്ങളാണല്ലോ വിളിക്കുന്നത്. ഹലോ അങ്കിൾ. ആ ദർശന, അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ അങ്കിൾ?